കൂത്തുപറമ്പ് വെടിവെപ്പിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെപ്പോലെ കഴിഞ്ഞ ഒട്ടേറെ വർഷക്കാലമായി ആശുപത്രികളിലും വീടിലുമായി കഴിഞ്ഞിരുന്ന സഖാവ് പുഷ്പനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അങ്ങേയറ്റം വേദനയോടുകൂടിയാണ് പുഷ്പൻ്റെ ഈ മരണവാർത്ത ജനങ്ങളാകെ ശ്രമിച്ചത്. വിവരമറിഞ്ഞ ഉടൻ നാടിൻ്റെ നാനാഭാഗത്തുള്ള ജനങ്ങളാണ് പാർട്ടി ഓഫീസുകളിലേക്ക് വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ട് എത്തിച്ചേർന്നത്. ഒരു സഹന സൂര്യനാണ് പുഷ്പൻ. അദ്ദേഹത്തിൻ്റെ വേർപാട് രാഷ്ട്രീയത്തിന് അതീതമായി ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്ന് രാത്രി 7 മണി മുതൽ കോഴിക്കോട് DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് സ്ഥിതി ചെയ്യുന്ന യൂത്ത് സെൻ്ററിൽ പൊതുദർശനത്തിന് പോകും. അത് കഴിഞ്ഞാൽ നാളെ രാവിലെ 8 മണിക്ക് ആംബുലൻസ് വാഹനത്തിൽ വിലാപയാത്രയായി ആംബുലൻസിൻ്റെ ഇരുഭാഗത്തു നിന്നും ആളുകൾക്ക് കാണാൻ കഴിയും വിധത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ചുക്ലിയിലേക്ക് പോകുന്നു. രാവിലെ 8 മണിക്ക് വിലാപയാത്ര ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തുടർന്ന് എലത്തൂരിലും പൂക്കാടും കൊയിലാണ്ടിയിലും നന്ദിയിലും പയ്യോളിയിലും വടകരയിലും നാദാപുരം റോഡിലുമായി അതത് പ്രദേശങ്ങളിൽ പുഷ്പനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേരുന്ന ആളുകൾക്കെല്ലാം കാണാനുള്ള സൗകര്യം ഒരുക്കും. തുടർന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്നും കണ്ണൂർ ജില്ലയിലേക്ക് കടക്കും. അതിനു മുമ്പ് കേന്ദ്രഭരണ പ്രദേശമായ പോണ്ടിച്ചേരിയിലെ മാഹിയിൽ ജനങ്ങൾക്ക് കാണാനുള്ള സൗകര്യമുണ്ടാക്കും. പിന്നീട് ന്യൂമാഹി, പുന്നോല്, അതിനുശേഷം തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് പോകും. തലശ്ശേരി ടൗൺ ഹാളിൽ രാവിലെ 10 മണി മുതൽ 11 വരെയാണ് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം പള്ളൂർ വഴി ചൊക്ലിയിലേക്ക് കൊണ്ടുപോകും. ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ 12 മണി മുതൽ 4:30 മണി വരെ, വൈകുന്നേരം 4:30 മണി വരെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും. തുടർന്ന് 5 മണിക്ക് പുഷ്പൻ്റെ വീട്ടിലെത്തിക്കുകയും വീട്ടിനടുത്തുള്ള സ്ഥലത്ത് ശവസംസ്കാര ചടങ്ങ് നടത്തുകയും ചെയ്യും.